അനുദിന വിശുദ്ധർ മാർച്ച് 13 കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ എഫ്രാസിയ. കോൺസ്റ്റാന്റിനോപ്പിളിലെ ബൈസാന്റിയത്തിലാണ് വിശുദ്ധ എഫ്രാസിയ ജനിച്ചത്. ചക്രവർത്തിയായിരുന്ന തിയഡോസിയൂസ് ഒന്നാമൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടയാളായിരുന്നു വിശുദ്ധയുടെ പിതാവായിരുന്ന അന്റിഗോണസ്. വിശുദ്ധയുടെ മാതാവായിരുന്ന എഫ്രാക്സിയായ നന്മ ചെയ്യുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. വിശുദ്ധയുടെ പിതാവുമായിട്ടുള്ള ബന്ധം മൂലവും അവൾ തൻ്റെ മാതാപിതാക്കളുടെ ഏക മകളുമാണെന്ന കാര്യം കണക്കിലെടുത്തുകൊണ്ട് ചക്രവർത്തി വിശുദ്ധയോട് പ്രത്യേക വാത്സല്യം പുലർത്തിയിരുന്നു. അതിനാൽ ചക്രവർത്തി അവൾക്ക് 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ധനികനായ ഒരു സെനറ്ററിനെ അവളുടെ ഭാവി ഭർത്താവായി കണ്ടെത്തുകയും ചെയ്തു. വിശുദ്ധയുടെ ജനനത്തിന് ശേഷം അവളുടെ ഭക്തരായ മാതാപിതാക്കൾ ശാശ്വതമായ ബ്രഹ്മചര്യം പാലിക്കുവാൻ പരസ്പര ധാരണയോടെ പ്രതിജ്ഞ ചെയ്തു. അവർ പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും അനുതാപത്തിലും മുഴുകി സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിക്കുവാൻ ആരംഭിച്ചു. 1 വർഷത്തിനകം തന്നെ വിശുദ്ധയുടെ പിതാവായ ആൻറ്റിഗോണസ് മരിച്ചു. വിധവയായ വിശുദ്ധയുടെ അമ്മ തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലുള്ള തങ്ങളുടെ വലിയ തോട്ടത്തിലേക്ക് താമസം മാറി. വിവാഹാഭ്യർത്ഥകരിൽ നിന്നും കൂട്ടുകാരുടെ ബുദ്ധിമുട്ടിപ്പിക്കലിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. തബേൻസിയിൽ അവരുടെ ഭവനത്തിന് അടുത്തായി ഏതാണ്ട് കഠിനമായ സന്യാസ ജീവിതം നയിക്കുന്ന 130ഓളം വരുന്ന സന്യാസിനികൾ താമസിച്ചിരുന്ന ഒരാശ്രമം ഉണ്ടായിരുന്നു. അവർ പതിവായി കഠിനമായ ഉപവാസം അനുഷ്ഠിക്കുകയും ചണനാരുകൾ കൊണ്ട് സ്വയം തുന്നിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിക്കുകയും യാതൊരു മുടക്കവും കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. രോഗം വരുമ്പോൾ ഗൗരവമായ ഘട്ടത്തിൽ ഒഴികെ വൈദ്യന്മാരുടെ സഹായം തേടുന്നതിന് പകരം അവർ തങ്ങളുടെ വേദനകൾ സഹിക്കുകയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി തങ്ങളെ സമർപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. ആരോഗ്യത്തെക്കുറിച്ചുള്ള സങ്കീർണവും അമിതവുമായ ശ്രദ്ധ അമിതമായ ആത്മപ്രീതിക്കിടവരുത്തുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ ദൈവിക കന്യകമാരുടെ മാതൃക വിശുദ്ധയുടെ ഭക്തയായ അമ്മയെ വളരെയേറെ സ്വാധീനിക്കുകയും അത് അവരുടെ ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. തന്മൂലം വിശ്വാസപ്രവൃത്തികളിലും കാരുണ്യപ്രവൃത്തികൾക്കുമായി അവർ കൂടുതൽ സമയം കണ്ടെത്തി. വിശുദ്ധയുടെ മാതാവ് ഈ സന്യാസിനിമാരെ സന്ദർശിക്കുക പതിവായി. മാത്രമല്ല, മരിച്ചുപോയ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന നിബന്ധനമേൽ തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ സ്വീകരിക്കുവാൻ സന്യസ്തരെ പ്രേരിപ്പിച്ചു. എന്നാൽ ആശ്രമാധിപയാകട്ടെ സ്വർഗം വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചവരാണ്, ഞങ്ങൾ ദരിദ്രകളാണ്, ഇതുപോലെ തന്നെ തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധയുടെ അമ്മ വാഗ്ദാനം ചെയ്ത തോട്ടം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. എന്നിരുന്നാലും അൾത്താരയിലെ വിളക്കിന് ആവശ്യമായ എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും പതിവായി സ്വീകരിക്കാമെന്ന് അവർ സമ്മതിച്ചു. വിശുദ്ധയ്ക്ക് 7 വയസ്സായപ്പോൾ അവൾ തൻ്റെ അമ്മയോട് ആ ആശ്രമത്തിൽ ചേർന്ന് ദൈവത്തെ സേവിക്കുവാനുള്ള അനുവാദം ചോദിച്ചു. വളരെ സന്തോഷപൂർവ്വം വിശുദ്ധയുടെ അമ്മ വിശുദ്ധയെ ആശ്രമാധിപയുടെ പക്കൽ ഏൽപ്പിച്ചു. സന്തോഷപൂർവ്വം എഫ്രാസിയായെ സ്വീകരിച്ചുകൊണ്ട് ആ മഠത്തിൻ്റെ അധിപ അവൾക്ക് യേശുവിൻ്റെ ഒരു രൂപം കൊടുത്തു. വിശുദ്ധ അതിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ യേശുവിനായി അഭിഷേകം ചെയ്തിരിക്കുന്നതായി പ്രതിജ്ഞയെടുക്കുന്നു. തുടർന്ന് വിശുദ്ധയുടെ അമ്മ രക്ഷകനായ യേശുവിൻ്റെ രൂപത്തിന് കീഴെ അവളെ നിർത്തുകയും അവളുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവായ യേശുവേ, ഈ കുട്ടിയെ നിന്റെ പ്രത്യേക സംരക്ഷണയിലേക്ക് സ്വീകരിക്കണമേ. അവൾ നിന്നെ തേടുകയും നിന്നെ മാത്രം സ്നേഹിക്കുകയും സ്വയം നിനക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട മകളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, പർവ്വതങ്ങൾക്ക് അടിസ്ഥാനമിട്ട ദൈവം അവനുള്ള ഭയം വഴി നിന്നെ എപ്പോഴും ശക്തിപ്പെടുത്തട്ടെ. തൻ്റെ മകളെ ആ ആശ്രമാധിപയുടെ കൈകളിൽ ഏൽപ്പിച്ചതിന് ശേഷം തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവർ ആ ആശ്രമം വിട്ടു. ആദ്യം അവിടുത്തെ സന്യാസിനിമാർ വിചാരിച്ചിരുന്നത് അവിടുത്തെ ആശ്രമ ജീവിതത്തിൻ്റെ കാഠിന്യത്താൽ ആ ബാലിക തൻ്റെ തീരുമാനം മാറ്റുമെന്നായിരുന്നു. എന്നാൽ അവിടുത്തെ സഹനങ്ങൾ വിശുദ്ധയെ തെല്ലും ദുഃഖിപ്പിച്ചില്ല. താൻ ലോകസുഖങ്ങൾ ഉപേക്ഷിച്ചതുമൂലം തൻ്റെ ജീവിതത്തിലെ ചില സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് തീർച്ചയായും അവൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അവളുടെ ഏറ്റവും വലിയ സന്തോഷം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിലായിരുന്നു. ഇതിനിടെ വിശുദ്ധയുടെ മാതാവായ എഫ്രാക്സിയായ അസുഖം പിടിപെട്ട് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവർ തൻ്റെ മകൾക്ക് തൻ്റെ അവസാന നിർദ്ദേശങ്ങൾ നൽകി.
ദൈവത്തെ ഭയക്കുക, തൻ്റെ സഹോദരിമാരെ സ്നേഹിക്കുകയും അവരോട് എളിമയോടുകൂടി പെരുമാറുകയും ചെയ്യുക. നീ എന്തായിരിക്കുന്നുവെന്നത് ഒരിക്കലും ചിന്തിക്കരുത്. നിന്റെ രാജകീയ കുലത്തിലുള്ള ജന്മത്തെക്കുറിച്ച് ആലോചിക്കുകയോ സ്വയം പറയുകയോ ചെയ്യരുത്. ഈ ഭൂമിയിൽ വിനയത്തോടും ലാളിത്യത്തോടും കൂടി ജീവിക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് സമ്പന്നയായി ജീവിക്കാൻ കഴിയും. ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ നല്ല അമ്മ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധയുടെ മാതാവിൻ്റെ മരണവാർത്ത ചക്രവർത്തിയുടെ ചെവിയിലെത്തിയപ്പോൾ ചക്രവർത്തിയായ തിയഡോസിയൂസ് ആ പ്രഭുകന്യകയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുവാൻ ആളെ അയക്കുകയും തനിക്കിഷ്ടമുള്ള ഒരു സെനറ്ററിനെ അവൾക്ക് ഭർത്താവായി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ തൻ്റെ സ്വന്തം കൈപ്പടയിൽ ചക്രവർത്തിക്ക് എഴുതി, അജയ്യനായ ചക്രവർത്തി, ഞാൻ എന്നെ തന്നെ യേശുവിനായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്കെൻ്റെ പ്രതിജ്ഞ തെറ്റിച്ചുകൊണ്ട് അധികം താമസിയാതെ പുഴുക്കൾക്ക് ഭക്ഷണമാകുവാൻ പോകുന്ന നശ്വരനായ ഒരു മനുഷ്യനെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദയവായി അവരുടെ സ്വത്തുക്കൾ ദരിദ്രർക്കും അനാഥർക്കും ദേവാലയത്തിനുമായി വീതിച്ചു നൽകുക. എൻ്റെ എല്ലാ അടിമകളെയും സ്വതന്ത്രരാക്കുക. എൻ്റെ ദാസികളെയും വേലക്കാരെയും അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു വിടുക. എൻ്റെ പിതാവിൻ്റെ കാര്യസ്ഥന്മാരോട് കൃഷിക്കാർക്ക് പിതാവിൻ്റെ മരണം മുതൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് അവരെ മോചിപ്പിക്കുവാൻ ഉത്തരവിടുക. എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ദൈവത്തെ യാതൊരു തടസ്സവും കൂടാതെ സേവിക്കുവാനും യാതൊരു ബന്ധനവുമില്ലാതെ അവൻ്റെ മുൻപിൽ നിൽക്കുവാനും സാധിക്കുകയുള്ളൂ. അങ്ങും അങ്ങയുടെ ചക്രവർത്തിയോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുക. തന്മൂലം ഞാൻ യേശുവിനെ സേവിക്കുവാൻ തക്കവിധത്തിൽ യോഗ്യയായി തീരട്ടെ. ആ സന്ദേശവാഹകൻ ഈ എഴുത്തുമായി ചക്രവർത്തിയുടെ പക്കലെത്തി. കണ്ണീരോടുകൂടിയാണ് ചക്രവർത്തി ഈ കത്ത് വായിച്ചത്. ഇത് കേട്ട സെനറ്റർമാർ കരഞ്ഞുകൊണ്ട് ചക്രവർത്തിയോട് പറഞ്ഞു, നിന്റെ തന്നെ രാജകീയ രക്തത്തിലുള്ള ആൻറ്റിഗോണസിൻ്റെയും എപ്രാക്സിയായുടെയും യോഗ്യയായ മകളാണവൾ. വളരെയേറെ നന്മയുള്ള വിശുദ്ധ സന്തതി. 395 ചക്രവർത്തി മരിക്കുന്നതിന് മുൻപായി അവൾ നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം നിർവഹിച്ചു. വിശുദ്ധ എഫ്രാസിയ ആ ആശ്രമത്തിലെ മറ്റു കന്യാസ്ത്രീകൾക്കെല്ലാം എളിമയോടെയും ശാന്തതയോടെയും കാരുണ്യത്തിൻ്റെയും ഒരു മാതൃകയായിരുന്നു. അവൾ ഏതെങ്കിലും വിധത്തിൽ പ്രലോഭിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതേക്കുറിച്ച് ഉടൻ തന്നെ അത് ആശ്രമാധിപയോട് ഏറ്റുപറയുകയും സാത്താനെ അട്ടിപ്പായിക്കുവാനുള്ള പരിഹാരം തേടുകയും ചെയ്യുമായിരുന്നു. വിവേകമുള്ള ആശ്രമാധിപ അത്തരം അവസരങ്ങളിൽ പ്രായശ്ചിത്തത്തിനായി അവൾ ചെയ്തിരുന്ന ലളിതവും വേദനാജനകവുമായിരുന്ന കഠിന പ്രയത്നങ്ങളെ ആസ്വദിക്കുമായിരുന്നു. വലിയ പാറകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചുമക്കുക, 30 ദിവസത്തോളം കഠിനമായ ലാളിത്യത്തിൽ ജീവിക്കുക തുടങ്ങിയവ വിശുദ്ധയുടെ അനുതാപ പ്രവർത്തികളിൽ ചിലത് മാത്രം. സാത്താൻ്റെ പ്രലോഭനത്തിൻ്റെ സ്വാധീനം തന്നിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്നതുവരെ വിശുദ്ധ തൻ്റെ പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ തുടരും. വിശുദ്ധയുടെ ഭക്ഷണം വെറും പച്ചക്കറിയും ധാന്യങ്ങളും മാത്രമായിരുന്നു. തുടക്കത്തിൽ എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമായിരുന്നു വിശുദ്ധ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. പിന്നീട് 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കലായി. വിശുദ്ധ എഫ്രസ്യ മറ്റു കന്യാസ്ത്രീകളുടെ മുറികൾ വൃത്തിയാക്കുകയും അടുക്കളയിലേക്ക് വെള്ളം കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. കഠിനവും വിരസവുമായ ജോലികൾ അവൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. വേദനാജനകമായ ജോലികൾ തൻ്റെ അനുതാപത്തിൻ്റെ ഭാഗമാക്കി. ഒരിക്കൽ അടുക്കളയിലെ ഒരു ജോലിക്കാരി വിശുദ്ധയോട് ആഴ്ച മുഴുവൻ ഉപവസിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. ആ ആശ്രമത്തിലെ അധിപയൊഴികെ മറ്റാരും അങ്ങനെ ഉപവസിക്കാറില്ലായിരുന്നു. ആ അനുതാപ പ്രവൃത്തി ചെയ്യുവാൻ ആശ്രമാധിപ തന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നായിരുന്നു വിശുദ്ധയുടെ മറുപടി. എന്നാൽ ആ ജോലിക്കാരി വിശുദ്ധയെ കപടനാട്യക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അത് കേട്ട ഉടൻ തന്നെ വിശുദ്ധ അവളുടെ പാദങ്ങളിൽ വീണ് തന്നോട് ക്ഷമിക്കുവാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരമൊരു അന്യായമായ ആക്ഷേപത്തെയും അപവാദത്തെയും ക്ഷമാപൂർവം സ്വീകരിച്ച വിശുദ്ധയുടെ ക്ഷമാശീലവും ആത്മാർത്ഥമായി സ്വയം നിന്ദിച്ച എളിമയുമാണ് വിശുദ്ധയുടെ ഈ പ്രവൃത്തിയിൽ നിന്നും പ്രകടമാകുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കണം. അവളുടെ അസാധാരണമായ എളിമയുടെയും ശാന്തതയുടെയും ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. 420 തൻ്റെ 30ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് പിൻപുമായി നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ വിശുദ്ധ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ബൈസൻ്റെയിൻ കുർബാനയ്ക്ക് മുൻപുള്ള ഒരുക്കത്തിൽ വിശുദ്ധയുടെ പേരും പരാമർശിക്കുന്നുണ്ട്.